ഹലോ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ക്രിസ്മസിൻ്റെയും വെക്കേഷൻ്റെയും ന്യൂ ഇയറിൻ്റെയും എല്ലാം കൂടെ മിക്സ് ചെയ്തുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ വിശേഷങ്ങളും ഉണ്ട്. നമ്മളുടെ ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ തുടക്കത്തിൽ തന്നെ നമുക്ക് ഒരുപാട് ദുഃഖവാർത്തയായിട്ടാണ് തുടങ്ങിയത് തന്നെ ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ. അങ്ങനെ അത് ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ ക്രിസ്മസിന് 2 ദിവസം മുന്നേയിട്ട് നമ്മൾ വീട്ടിൽ വന്ന അപ്പൂപ്പന്മാരാണ് കേട്ടോ. അപ്പോൾ പാറുട്ടിയും ദേവട്ടിയും കുറേ ദിവസമായി കാത്തിരിക്കുന്നു. പക്ഷേ ഇത് വന്നപ്പോൾ പാറുട്ടി ഉറങ്ങി, ദേവട്ടി കണ്ടു. കുറേ വിളിച്ചവളെ എണീറ്റില്ല, നല്ല ഉറക്കത്തിലായിരുന്നു. അങ്ങനെ നമ്മൾ സ്കൂൾ കൂട്ടിയിട്ടുണ്ട്. സ്കൂൾ കൂട്ടി നമ്മൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ പൊന്നാനിക്ക് പോവാണ് കേട്ടോ. നമുക്ക് ഏതായാലും 10 ദിവസം ലീവ് ഉണ്ടല്ലോ, അപ്പോൾ പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുമ്പോൾ നമ്മൾ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ആരും ഇല്ല, അമ്മയും അച്ഛനും തന്നെ ഉള്ളൂ. അച്ഛൻ ഇപ്പോൾ ഒരു വർക്കിന് പോകുന്നുണ്ട്, എന്താണ് സെക്യൂരിറ്റി ആയിട്ട് പോകുന്നുണ്ട്. അപ്പം ഒരു ദിവസം ഉണ്ടാവും, ഒരു ദിവസം ഉണ്ടാവില്ല. പിന്നെ അമ്മയാണ്, അമ്മയ്ക്ക് പണിയും പിന്നെ വീട്ടിലെ പണിയും പിന്നെ കിളികളെ നോക്കലും കൂടെ നടക്കില്ല. അപ്പോൾ ഞങ്ങൾ കൊണ്ടുപോകാൻ പൊന്നാനിക്ക് വിചാരിച്ചു. അപ്പോൾ അമ്മയും കൂടെ വരുന്നുണ്ട് കേട്ടോ. എൻ്റെ അമ്മമ്മ ഉണ്ട് പൊന്നാനിയിൽ, അമ്മമ്മേനെ കാണാൻ വേണ്ടിയിട്ട് അമ്മയും ഞങ്ങളെല്ലാവരും കൂടെ പോണത്. അപ്പം നമ്മൾ വീട്ടിലെത്തിട്ടോ, വീട്ടിലെത്തി ചായ കുടിച്ചു. അമ്മ തിരിച്ചു പോയി, അവർ ചായയൊക്കെ കുടിച്ചിട്ട് പോയി. പിന്നെ ഇതാ അമ്മമ്മ വന്നിട്ടുണ്ട്, അമ്മമ്മ അതാ അവിടെ കിടക്കുന്നുണ്ട്. ഞാനിതാ കുറേ നേരം ഇരുന്ന കാരണം ഒരു സുഖം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ചു നേരം ഇങ്ങനെ നിന്ന് നടന്ന് വണ്ടിയിൽ ഇങ്ങനെ ഒരേ ഇരിപ്പല്ലായിരുന്നു. അപ്പോൾ അങ്ങോട്ട് നിന്നിട്ട് നടന്നിട്ടായപ്പോൾ തീരെ വയ്യാണ്ടായി. അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുകയാണ്. അത് മാത്രമല്ല, ഹെവൻ സിനിമയിലാണ് ഇത്. ഞാൻ തന്നെ കണ്ടിട്ടില്ല കേട്ടാ, അപ്പോൾ ഇത് കണ്ടോണ്ടിരിക്കുക തുടങ്ങിയിട്ടുള്ളൂ. ഹലോ, അപ്പൊ നമ്മൾ പൊന്നാനിയിൽ എത്തിയിട്ടുള്ള പിറ്റേ ദിവസമാണ് കേട്ടോ. അതാ ഇവിടെ വന്നാൽ 8 മണിയൊക്കെ എണീക്കാന്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് വിചാരിക്കുന്നത്. സ്വന്തം വീട്ടിൽ ചെന്നാൽ ഇത്തിരി നേരം കൂടുതൽ കിടന്നുറങ്ങുക. അവിടെ നേരത്തെ വന്നിട്ട് ഞാൻ എണീക്കാറ്. അവിടെ അങ്ങനെ 7 മണിയാവും, 7-7:30 ആവും എൻ്റെ കുളി കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. അപ്പോൾ ഇവിടെ വന്നാൽ 8 മണിക്ക് എണീക്കുക. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് എന്താ ഇപ്പോൾ 9 മണിയായി. എൻ്റെ മേലകളൊക്കെ കഴിഞ്ഞു. ഞാൻ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. എന്താണെന്നറിയോ, റവ ഉപ്മാവാണ് കേട്ടോ. ഇവിടെ വന്നാൽ പിന്നെ അധിക ദിവസങ്ങളിൽ റവ ഉപ്മാവാവും. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് റവ ഉപ്മാവ്. അവിടെ അധികം താല്പര്യമില്ല, കാരണം അവിടെ വല്ലപ്പോഴും ഉണ്ടാക്കുള്ളൂ, പൂതിയാവുമ്പോൾ മാത്രം. അപ്പോൾ ഇവിടെ അച്ഛൻ കാലത്ത് തന്നെ റവ ഒക്കെ കൊടുന്നു. അമ്മയ്ക്ക് കുറച്ച് പണിയുണ്ട്, കുറച്ച് ദിവസത്തെ പണിയുണ്ട്, കല്യാണപ്പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അമ്മ കാലത്ത് അതിന് പോയി. അപ്പോൾ ഞാൻ ഉപ്മാവ് ഉണ്ടാക്കണ തിരക്കില്ല. ഒരു അബദ്ധം പറ്റിയിടൂ. ആദ്യം ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഉള്ളിയൊക്കെ വാട്ടി എന്താണ് നല്ല അടിപൊളിയായി വന്നതാണ്. അപ്പോഴേക്കും നമ്മൾ കിളികളെ തന്നെ അവിടുന്ന് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോഴാണ് പെട്ടെന്ന് അവറ്റയുടെ ഓർമ്മ വന്നിട്ട് ഞാൻ അവറ്റിക്ക് തുളസിയുടെ കതിരും തുളസിയുടെ ഇലയൊക്കെ അവർ നല്ല കഴിക്കും. അപ്പോൾ ആകെ പൊട്ടിച്ചിട്ടിട്ട് വെള്ളമൊക്കെ മാറ്റി കൊടുത്തിട്ട് വന്നപ്പോഴേക്കും ആ ഉള്ളിയൊക്കെ കരിഞ്ഞ് പുറ്റായി. എന്നിട്ട് അത് കളഞ്ഞ് വീണ്ടും പാത്രം കഴുകി 2ാമത് വയ്ക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ചായ കുടിക്കായിരുന്നു. അപ്പോൾ ഇതാ പുഷ്പ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഓണാക്കി വെച്ചിരിക്കുക. വേഗം ഉപ്മാവ് റെഡിയാക്കിയിട്ട് വേണം അതിൻ്റെ മുന്നിൽ പോയിരിക്കാൻ. ഇന്നലെ ഹെവൻ ഫുള്ള് കണ്ടു കേട്ടാ, അങ്ങനെ ഫീലായി. ഇന്ന് പിന്നെ പുഷ്പ നമ്മൾ കണ്ടതാണ്, തിയേറ്ററിൽ പോയി കണ്ടപാടാണ്, എന്നാലും കാണാനൊരാഗ്രഹം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമ ഇരുന്ന് കാണാൻ. പക്ഷെ ഞാൻ പെരിങ്ങോട് അങ്ങനെ ഇരുന്ന് കാണാറില്ല. എനിക്ക് സിനിമ കാണാൻ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എന്നെ എന്താ പറയുക, ഇടയിൽ ആരും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ആ സിനിമ മുഴുവനായിട്ടിരുന്ന് കാണണം. അപ്പം പെരിങ്ങോട് എനിക്കത് പറ്റില്ല. നമ്മൾ ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ആയിട്ട് വിളിച്ചിട്ടും അങ്ങനെയൊക്കെ ഇട്ട് അപ്പം ഞാനവിടെ കാണാതിരിക്കില്ല. ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കത് ഫുള്ളായിട്ട് ഇരുന്ന് കാണാം, അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം അധികം ഞാൻ ഇവിടെ വന്നാലാണ് സിനിമ അങ്ങനെ ഇരുന്ന് കാണാം. രാത്രി ഇരുന്ന് കാണും, പിന്നെ നേരത്തെ എണീക്കണമെന്നില്ലല്ലോ, അത് കാരണം. അപ്പം അതാ ഞങ്ങൾ ഉപ്പുമാവും ഉണ്ട്, അതുപോലെ പപ്പടം കാച്ചി വെച്ചിട്ടുണ്ട്. ഇത് നിറയുള്ള കാരണം മൂടി വെക്കാൻ പറ്റണില്ല. അപ്പം ഞങ്ങൾ ചായ കൂടി കഴിഞ്ഞിട്ട് വേണം ബാക്കി മൂടി വയ്ക്കാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇന്ന് ക്രിസ്മസ് ആണ്, പക്ഷെ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് എന്താ പറയുക അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അതായത് മറിച്ച് നമ്മളെ പെരിങ്ങോടാകുമ്പോൾ ഞങ്ങൾ നല്ല ആഘോഷിക്കാറുണ്ട്. എന്താണ് കേക്ക് മുറിച്ചിട്ടും അതുപോലെ തന്നെ എന്താണ് ചിക്കനും ബീഫും ഒക്കെ വാങ്ങിക്കാറുണ്ട്. കാലത്ത് വെള്ളപ്പവും എന്താണ് അല്ലെങ്കിൽ വട്ടപ്പവും ഒക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യം
അതൊന്നുമില്ല, ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. അമ്മമ്മ വന്ന കാരണമൊക്കെയാണ് ഏറെ വന്നത്. അമ്മയ്ക്ക് കല്യാണ പണി ഉണ്ട് പറഞ്ഞപ്പോൾ അമ്മമ്മയുടെ അടുത്ത് ആരും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ ഈ വേഗം വായോ പറഞ്ഞിട്ട് വന്നതാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഇന്നേ വരുള്ളൂ, ഇന്ന് വൈകിട്ടേ വരുള്ളൂ. എന്താ ദേവട്ടി കുളിച്ചു വിട്ടാ, തല നനച്ച് കുളിച്ചു. ഞാൻ അവിടെ വന്നാൽ ഞാൻ പറയാറില്ലേ, ഞാൻ തല നനയ്ക്കൽ കുറവാണ്. അപ്പോൾ ഇന്നലെ വന്നിട്ടല്ലേ ഉള്ളൂ, അപ്പോൾ ഇന്നലെ തല നനയ്ക്കേണ്ട വിചാരിച്ചു. നാളെ തല നനയ്ക്കണം. പിന്നെ മുടി വലിയ കുഴപ്പമില്ല, എണ്ണമയ ഉണ്ട്. അപ്പോൾ എന്താ സംഭവം പറഞ്ഞു വന്നത്, അങ്ങനെ ഇവിടെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആഘോഷമൊന്നും ഇല്ല. അങ്ങനെയാണ് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ. അമ്മ വരുമ്പോൾ കേക്കൊക്കെ വാങ്ങി തന്നു കേട്ടാ. അവിടെ ഇന്നലെ വരുമ്പോൾ അമ്മ ഇവിടെ വട്ടംകുളം നടുവട്ടം എവിടെ എത്തിയപ്പോൾ കേക്ക് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. നാളെ മുറിച്ച് പിള്ളേർക്ക് പറഞ്ഞിട്ട് മുറിക്കണല്ലേ കേക്ക്. ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വേണം കേക്ക് മുറിക്കാൻ. അവൾ ഇന്നലെ തുടങ്ങിയിരിക്കുന്ന കേക്ക് മുറിക്കാൻ പറയില്ല. അപ്പം ഞങ്ങൾ ഇനി ചായ കുടിച്ച് ഉള്ളി കരിയിലേക്ക് രണ്ടാമത് പണി കിട്ടും. ചായ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പുഷ്പ കാണട്ടെ കേട്ടാ. ഒരു ബൈ ബൈ പറഞ്ഞേ, ഒന്ന് ചിരിക്കണോ, ചിരിച്ച് ബൈ ബൈ പറയണോ. അവൾക്കൊന്ന് ചീത്ത കേട്ടോ, അതാണ് ഇങ്ങനെ കിളീനെ തുറക്കാൻ നോക്കി. അപ്പം ഞാൻ ചീത്ത പറഞ്ഞതിന് സങ്കടപ്പെട്ടിരിക്കാം. അപ്പം ശരി, ഇതാണ് കേട്ടോ നമ്മളെ ക്രിസ്മസ് കേക്ക്. ഇന്നലെ വരുമ്പോ അമ്മ വാങ്ങി തന്നു പറഞ്ഞില്ലേ, ചെറിയ കേക്കാണ്, ആരുടെ ഒന്നുണ്ട്. ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ആയിട്ട് ആയിട്ടില്ല മോനെ. ദേവുട്ടിക്ക് ഇത് ഇന്നലെ തുടങ്ങിയിരിക്കുന്നു മുറിക്കാന്. ഞാൻ വൈകിട്ട് മുറിക്കാറപ്പോൾ അവൾ സമ്മതിക്കുന്നില്ല, ആൾക്കിപ്പം മുറിക്കാൻ പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ എന്തായാലും വാശി പിടിപ്പിക്കണ്ട വെച്ചിട്ട് ആയിട്ടില്ല അവൻ മുറിച്ചിട്ട് തരാം. പിന്നെ നമ്മളെ കിളിക്കുട്ടികൾ ഇതാ സുഖമായിരിക്കണു. കുറേശ്ശെ ഇങ്ങനെ തൂവലൊക്കെ നന്നായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങുന്നുണ്ട് കേട്ടോ. അവരിതാ എപ്പോഴും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മേലേക്ക് മേലായിട്ടൊക്കെ എടുക്കുക, അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഇവിടെ നല്ല തുളസി ഉണ്ട് കേട്ടോ. തുളസിയുടെ കതിര് നന്നായി കഴിക്കുന്നുണ്ട് അവർ. അതുപോലെ ഇല, അതിൻ്റെ കുഞ്ഞെ തണ്ടൊക്കെ അവർ കഴിക്കും. അപ്പം അതൊക്കെ കൊടുക്കുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ അതാ കുഴപ്പമില്ലാതെ ഇരിക്കുന്നുണ്ട്. നമ്മളിനി പോകുമ്പോൾ ഇവരേനെയും കൊണ്ടുപോകണം. ഹലോ, അപ്പോൾ എന്താ പറയുക, പിള്ളേരൊക്കെ കല്യാണത്തിന് പോയിട്ടോ. പിന്നെ അവിടെ ഒന്നും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, ഭയങ്കര ക്ഷീണം തോന്നുക. എന്താ അറിയില്ല, കിടപ്പ് തന്നെ ആയിരുന്നു ഞാൻ. ഇപ്പോഴും ഒരു ഉഷാറില്ല. പിന്നെ പിള്ളേരൊക്കെ പോയി, അമ്മയും കൂടിയിട്ട് അപ്പുറത്ത് ചേച്ചിയും പിള്ളേരെല്ലാവരും കൂടെ പോയിട്ടുണ്ട്. നമ്മളെ ജംഗ്ഷനിലുള്ള ഓഡിറ്റോറിയത്തിലാണ് കല്യാണം. അപ്പം അങ്ങോട്ട് പോയിട്ടുണ്ട്. അമ്മ എനിക്ക് അവിടുന്ന് പോരുമ്പോൾ കുറച്ച് കുഴിമന്തി കൊണ്ടുവന്നിട്ടുണ്ടായി. എനിക്ക് കുഴിമന്തി പൊതുവെ ഇഷ്ടമല്ല, എന്നാലും കുറച്ച് കഴിച്ചു. അത് കഴിച്ചു തുടങ്ങിയതിന് ശേഷം ഫുള്ള് വെള്ളം കൂടി തന്നെയായിരുന്നു. വെള്ളം കുടിച്ചിട്ട് ഇപ്പോൾ ഒരു വഴിക്കായി എന്ന് തന്നെ പറയാം. അപ്പോൾ ഞാനിത് അവിടെ ഇരിക്കുകയാണ്. ഇനി അവർ പോയി വരട്ടെ, നേരം പോക്കൊന്നുമില്ല. ഫോണിലെ നെറ്റൊക്കെ കഴിഞ്ഞിരിക്കുന്നു. പിന്നെ സിനിമ ഉണ്ട്. സിനിമ അന്ന് കുറേ സിനിമ ഇന്ന് കണ്ടു. പുഷ്പ കണ്ടു, പിന്നെ പിന്നെയും വേറെ ഏതൊരു പടമൊക്കെ ഇരുന്ന് കണ്ടു. ഇനിയിപ്പോൾ നാത്താൻ പോയി കേസ് ബോർഡ് എന്നുള്ള സിനിമയില്ലേ, അത് കാണുന്നുണ്ടായി. പിന്നെ ഒരു മൂടുണ്ടായില്ല, പിന്നെ കണ്ടില്ല. പച്ചിരുന്നിട്ട് ന്യൂസൊക്കെ കണ്ടിട്ട് ഇപ്പം എന്തോ പാട്ടെന്തൊക്കെ വെച്ചിട്ടിരിക്കുന്നുണ്ട്. ഞാൻ കുറച്ചേരായി കിടക്കണു, ഭയങ്കര ക്ഷീണം തോന്നുന്നു. കൈ കടയുണ്ട് ഫോൺ ഇങ്ങനെ പിടിച്ചിട്ടേ. അപ്പോൾ നമ്മളെ പാറുട്ടിയാണ് കേട്ടോ, ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഫ്ലെക്സാണത്. ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ പറിച്ചെടുത്ത് അവിടെ കൊണ്ടുവന്നിട്ട് ഒട്ടിക്കും, അമ്മയ്ക്ക് അച്ഛനൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൊണ്ടുവന്നിരിക്കണം. ഇപ്പുറത്ത് നമ്മളെ ദേവുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ. പക്ഷെ ദേവുട്ടിക്ക് എപ്പോഴും നിൽക്കണത് ദേവുട്ടിയാന്ന് പറയണം, നല്ല സന്തോഷമാവുള്ളൂ. ഞാനാണത് ചേച്ചിയുടെ ഫോട്ടോ ഇവിടെ ഇല്ല എന്ന് പറയണം. അങ്ങനെ പിന്നെന്താ, അപ്പം ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ പൊന്നാനിയിൽ വന്നിട്ടുള്ള. ഇനിയിപ്പോൾ നാളെ ഡോക്ടറെ അടുത്തേക്ക് പോകണം വിചാരിക്കുന്നുണ്ട്. ബുക്ക് ചെയ്ത് കിട്ടുകയാണെങ്കിൽ നാളെ, അല്ലെങ്കിൽ മറ്റന്നാൾ എന്തായാലും പോകണം. കാണിക്കുന്ന ഡേറ്റ് ഇന്നലെ ആയിരുന്നു. ഇന്ന് പിന്നെ ക്രിസ്മസ് ഒക്കെ ആയ കാരണം എന്തായാലും ഉണ്ടാവില്ലല്ലോ, ഞായറാഴ്ചയല്ലേ. അപ്പോൾ നാളെ ഡോക്ടറെ കാണിക്കണം. സ്കാനിങ് പറയുന്നുണ്ടാവും 5ാം മാസത്തെ. അങ്ങനെ അപ്പോൾ ഇപ്പോൾ കാണുന്നത് നമ്മൾ പെരിങ്ങോട് എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് പെരിങ്ങോട് വരേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ദേവുട്ടിയുടെ അംഗനവാടിയിൽ ന്യൂ ഇയറിൻ്റെ ഒരു സെലിബ്രേഷനാണ് കേട്ടോ. കേക്ക് മുറിക്കലും കുറച്ച്
അംഗനവാടിത്തെ പിള്ളേരും കുറച്ച് പേരൻസും അവരൊക്കെ ആയിട്ട് നമ്മളെ മെമ്പറാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യുന്നത്, പിള്ളേരൊക്കെ കൂടിയിട്ട്. അപ്പോൾ ആ ഒരു ചെറിയ പരിപാടിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ പൊന്നാനിയിൽ നിന്ന് പെരുങ്ങോടുക്ക് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ന്യൂ ഇയറിൻ്റെ തുടക്കത്തിൽ നമുക്ക് വളരെ ദുഃഖപ്പെട്ടൊരു വാർത്തയായിട്ടാണ് ന്യൂ ഇയർ തുടങ്ങിയത് തന്നെ. അപ്പോൾ നമ്മുടെ വിനിതയുടെ അച്ഛൻ മരിച്ചു. ആൾ വയ്യാണ്ട് 2 ആഴ്ചത്തോളം അങ്ങനെ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിലൊക്കെ ആയിരുന്നു. അവിടുന്ന് ഡിസ്ചാർജൊക്കെ ചെയ്ത് വന്ന് കുഴപ്പമില്ല എന്ന് നോർമലായി എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പിന്നെ പെട്ടെന്നാണ് പറയുന്നത് മരണപ്പെട്ടു എന്ന്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പൊന്നാനിത്തെ അമ്മേനെയും കൂട്ടിയിട്ട് പെരുങ്ങോടിക്ക് വന്നു. അങ്ങനെ ഇന്നലെ ആയിരുന്നു ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം നമ്മളിനിപ്പോൾ ഏതായാലും വന്നതല്ലേ, അപ്പം ഇനി പൊന്നാനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോവാൻ വിചാരിച്ചു. കാരണം പൊന്നാനിക്ക് ഇനി പോണത് പിന്നെ ഡോക്ടറെ കാണിക്കാനും അതുപോലെ നമ്മളെ കാവിലെ പൂജയ്ക്കും കൂടിയിട്ടാണ്. അപ്പം അത് കാരണം നമ്മൾ പൊന്നാനിക്ക് തിരിച്ച് പോകണം. അപ്പം അതുവരെ ഒരു 4 ദിവസത്തെ ക്ലാസ് കളയണ്ടല്ലോ വിചാരിച്ചിട്ട് പൊന്നാനിന്ന് അമ്മ പോകുമ്പോൾ കൂടെ നമ്മൾ പോയില്ല. നമ്മൾ 4 ദിവസം കഴിഞ്ഞിട്ട് പോകണുള്ളൂ വിചാരിച്ചു. അപ്പോൾ നമ്മൾ കിളിക്കുട്ടികളൊക്കെ വലുതായി വരുന്നുണ്ട് കേട്ടോ. ഒരു വീഡിയോ ഞാൻ മുന്നേ എടുത്ത് വെച്ചതായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചിതാ 4 ദിവസത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീണ്ടും പൊന്നാനിക്ക് തന്നെ വന്നു. തിരുവാതിരയുടെ തലേ ദിവസമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മേമ വന്നിരുന്നു. അപ്പോൾ പുഴുക്കിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. കായ, പിന്നെ പൊതക്കിഴങ്ങ്, കൂർക്ക, ഇടിച്ചക്ക, പിന്നെ പയറ്, മുതിര, എല്ലാ ഐറ്റംസും അതിലിപ്പോൾ ഞങ്ങൾക്ക് കിട്ടാൻ ചെയ്യുമ്പോൾ മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇട്ടിരുന്നുണ്ട്. കാവത്ത് അതൊക്കെ ഇട്ട് മേമ കാലത്ത് തന്നെ പുഴുക്കും കൂവപ്പായസം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ആൾ കാലത്ത് തന്നെ പോയി. ആള് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു കേട്ടോ, വളാഞ്ചേരിയിൽ. അപ്പോൾ ആൾ പോയി. പിന്നെ നമുക്ക് കുറച്ച് ഗോതമ്പിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്നും ഇഷ്ടമില്ലാത്തവരുണ്ട് വെച്ചാൽ കഴിക്കാമല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ അതവിടെ കുക്കറിൽ റെഡി ആയിട്ടുണ്ട്. പിന്നെ പുഴുക്ക് ഞാൻ ഇതാ കുറച്ചൊരു പാത്രത്തിലേക്ക് എല്ലാതും പുഴുക്കും അങ്ങനെ കൂവപ്പായസമൊക്കെ എടുത്തിട്ട് ചായ കുടിക്കാൻ പോവാണ് കേട്ടോ. എല്ലാതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ചായ കുടിക്കണം കേട്ടാ. അവരൊന്നും തല നനച്ച് കുളിച്ചിട്ടില്ല കേട്ടാ. ഒക്കെ ചുമക്കണതും ജലദോഷം ഒക്കെ ഉള്ളവരാണ്. അത് കാരണം തല നനച്ചിട്ടില്ല. അപ്പൊ നമ്മളിപ്പോ ഇവിടുന്ന് പോയിട്ട് 2-3 ദിവസം ആയിട്ടുള്ളൂ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെള്ളം മാറിയിട്ട് ഇങ്ങനെ വയ്യായിക വരണ്ടായിട്ട് തല നനച്ചു കൊടുത്തിട്ടില്ല. ഞാൻ മാത്രമേ കുളിച്ചിട്ടുള്ളൂ. തിരുവാതിരയെക്കാരും സത്യം പറഞ്ഞാൽ ഞാൻ തല നനച്ചല്ലെങ്കിൽ ഞാനും തല നനയ്ക്കില്ല. പിന്നെ തിരുവാതിര നോറ്റിട്ടൊന്നുമില്ല കേട്ടാ. അങ്ങനെ ഇതൊക്കെ കഴിക്കുന്നത് മാത്രം. എനിക്കാണെങ്കിൽ നമ്മളെ കൂവ വരികയതേ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ കട്ട പിടിച്ചോളൂ. ഇതാ ഉണ്ടാക്കിയ പാട് ഇങ്ങനെ പായസം പോലെ കുടിക്കാനാണ് ഇഷ്ടം. ഇത് കട്ട പിടിച്ചു കഴിഞ്ഞാൽ വലിയ താല്പര്യമില്ല. എന്തായാലും കഴിച്ചോ കട്ടല്ലാതെ. അപ്പൊ ശരി, ചായ പിടിച്ചിട്ട് കാണാം. ഹലോ, അപ്പോൾ നമ്മൾ വീണ്ടും പൊന്നാനിയിലേക്ക് തന്നെ വന്നോട്ടാ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ 2 ആഴ്ച നിന്നിട്ട് തിരിച്ചു പോകാന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അല്ലെങ്കിൽ പിന്നെ 2-3 വട്ടം ട്രാവൽ ചെയ്യണ്ടേ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അത് വേണ്ട. 4 ദിവസത്തെ കുട്ടികളെ ക്ലാസ് പോയാലും കുഴപ്പമില്ല. ഇതെല്ലാതും ഡോക്ടറെ കാണിക്കലും. ഡോക്ടർ ലീവായിരുന്നു, കാരണം ഡോക്ടറെ കാണിക്കാൻ പറ്റിയിരുന്നില്ല. 5-ാം മാസത്തെ സ്കാനിങ് എടുത്തു. റിസൾട്ട് കാണിക്കാൻ പറ്റാത്ത കാരണം എനിക്കൊരു ടെൻഷൻ. അപ്പോൾ അത് കാണിക്കുകയും ചെയ്യാം. എന്നിട്ട് കാവിലെ പൂജ ഉണ്ടായിരുന്നു. നമ്മളെ കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു, കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലത്തെ പൂജ ഇപ്രാവശ്യത്തെ നടത്താൻ വെച്ചിരിക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പോവാലോ ഞായറാഴ്ച എന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് വെച്ചിട്ട് നമ്മളെ വിനിതയുടെ അച്ഛൻ മരിച്ച് വിവരം അറിയുന്നത്. നമ്മൾ തലേദിവസം വൈകിട്ട് രാത്രിയാണ് അറിഞ്ഞത്. അതോടെ പിറ്റേ ദിവസം ചടങ്ങൊക്കെ എന്ന് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ നേരത്തെ നമ്മളൊരു 6:45 ബസ്സിന് ഇവിടുന്ന് നേരെ പാലക്കാട് ബസ്സിന് പോയാൽ നമുക്ക് കൂറ്റനാട് ഇറങ്ങാൻ സുഖമാണല്ലോ, നേരത്തെ എത്തുകയും ചെയ്യും. നമുക്ക് ഇവിടെ സ്റ്റാൻഡ് എടുത്തുള്ള കാരണം അങ്ങനെ ഒരു ഉപകാരം ഉണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ തന്നെ ഞാനും അമ്മയും കൂടെ പിള്ളേരായിട്ട് പോയി. നമ്മൾ കിളികളാനൊന്നും ബസ്സിൽ പോണ കാരണം കൊണ്ടുപോയില്ല. അവിടെ ചെന്നു. പിന്നെ ഇപ്പോൾ ഏതായാലും അവിടെ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ 4 ദിവസത്തെ ക്ലാസ് കളയുന്നല്ലോ വെച്ചിട്ട് അവിടെ നിന്നു. അതിൽ നമ്മൾ ദേവുട്ടിക്ക് അംഗനവാടിയിൽ ന്യൂ ഇയറിൻ്റെ കേക്ക് കട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ കുറച്ച് മുന്നേ കണ്ടത്. അപ്പോൾ അതിലൊക്കെ അവൾ പങ്കെടുപ്പിച്ചു. അങ്ങനെ 3 ദിവസത്തെ ക്ലാസ്സിന് പോയി. 4ാമത്തെ ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. പൊന്നാനിക്ക് തന്നെ പോന്നു. കാരണം എനിക്ക് ഡോക്ടറെ കാണിക്കാൻ ഒരുപാട് ലേറ്റ് ആയല്ലോ. നമ്മൾ ഗവൺമെൻറ്റിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചെങ്കിലും കൂടെ
എന്താ പറയുക, എനിക്ക് ഒരു സമാധാനം ഉണ്ടാവുന്നില്ല. നമ്മളെ ഡോക്ടറെ തന്നെ ആ റിസൾട്ട് ഒന്ന് കാണിച്ചാലേ ഉള്ളൊരു സമാധാനം വിചാരിച്ചിട്ട് വീണ്ടും വന്ന് ഇതപ്പോൾ ഇന്നലെയാണ് ഡോക്ടറെ കാണിച്ചത്. ബുക്ക് ചെയ്ത് കിട്ടി ഡോക്ടറെ കാണിച്ചപ്പോൾ. അങ്ങനെ ഇപ്പം ഇന്നലെ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ അതാ ഈ കാവിലെ പരിപാടി ശരിക്കും ഇന്നായിരുന്നു. ഇന്നിപ്പോൾ അതും ഇവിടെ നടത്താൻ പറ്റാത്തൊരവസ്ഥയായിട്ട്. ഇവിടെ ഒരു മാമൻ മരിച്ചു. ഞങ്ങൾ വരുന്ന അന്നായിരുന്നു, ഇങ്ങോട്ട് പൊന്നാനിക്ക് വരുന്ന അന്നായിരുന്നു മരിച്ചത്. അത് കാരണം നമ്മളെ എന്താണ് നമ്മൾ തൊട്ടടുത്ത് തന്നെ. അപ്പോൾ നമ്മളിവിടെ ഒരു പരിപാടി നടത്തുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അത് കാരണം ഇനിയിപ്പോൾ ആ ഒരു പെലയും കാര്യങ്ങളൊക്കെ അവരുടെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളിവിടെ ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അത് കാരണം എന്താ പറയുക, ആകെ ഒരു മരണങ്ങളും ഒന്നും നടക്കാത്ത എന്തൊക്കെയോ പോലെ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിപ്പോൾ ഇന്ന് ശരിക്കും പൂജ നടക്കണ്ടായിരുന്നാണല്ലോ. ഇനിയിപ്പോൾ ഏതായാലും ഞാൻ നാളെ തിരിച്ച് പൊന്നാനിക്ക് തന്നെ പോവാണ്. ഇനിയിപ്പോൾ എന്നാ പൂജ വയ്ക്കണമെന്ന് വെച്ചാൽ അന്നേ വരുന്നുണ്ടാവുള്ളൂ. ഞങ്ങൾ നാളെ തിരിച്ച് പോവും. പിന്നെ നമുക്ക് തിങ്കളാഴ്ച മറ്റന്നാ 7-ന് വിനീതര് അവിടേക്ക് വീട്ടിലേക്ക് പോകണം. അച്ഛൻ മരിച്ചിട്ട് തിങ്കളാഴ്ചക്ക് 7-ആണ്. അപ്പോൾ നമുക്ക് 7-ന് പോകേണ്ട ചടങ്ങുണ്ടല്ലോ. അപ്പോൾ അതിന് പോകണം. പിന്നെ ഞാൻ നാളെ തന്നെ പോവും. നാളെ പോകുമ്പോൾ ചിലപ്പോൾ അമ്മയും അമ്മമ്മൊക്കെ ഉണ്ടാവും. കാരണം അമ്മമ്മയുടെ ഒരു ചെറിയമ്മ അനിയത്തി അമ്മയുടെ ചെറിയമ്മ അവിടെ കൂറ്റനാട് ഉണ്ട്. അവർ വെയ്യാണ്ടിരിക്കുകയാണ് അമ്മമ്മ. അപ്പോൾ ആ അമ്മമ്മയുടെ അടുത്തൊന്ന് പോകണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവരവിടെ ഇറങ്ങും. അപ്പോൾ എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് കാണും ചെയ്യണം. നമ്മൾ വീട്ടിൽ പോകാതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നെന്താ വിശേഷം, ഇതൊക്കെയാണ് പിന്നെ വിശേഷങ്ങളെന്ന് പറയണത്. നമുക്ക് 5-ാം മാസം കഴിഞ്ഞു 6 സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പിന്നെന്താ ഡോക്ടറെ കാണിച്ചു. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു സമാധാനം ഉള്ളത്. ഡോക്ടറെ കാണിച്ചിട്ട് നല്ല കൈത്തരിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് അതിനുള്ള മരുന്നൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ദേവുട്ടി ഇതാ അവിടെ റൂമിൽ ഫോണിൽ നല്ല കളിയാണ്. പാറുട്ടിക്ക് പുറത്ത് നല്ല കളിയാണെന്ന് കുട്ടികളൊക്കെ ഉണ്ടല്ലോ സ്കൂളില്ലാത്ത കാരണം. അപ്പോൾ അവരൊക്കെ നല്ല കളിയിലാണ്. നാളെ ഒരു ഉച്ചയ്ക്ക് ശേഷമായിട്ട് ഇറങ്ങണം. അപ്പോൾ നമ്മളെ വീഡിയോ എന്ന് പറയണത് ഇത്രയൊക്കെ ഉള്ളൂ. വിശേഷങ്ങൾ എന്താ പറയുക, ഒരുപാട് സങ്കടമുള്ള വിശേഷങ്ങളും കുറച്ച് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. പിന്നെ അപ്പോൾ നമ്മളിത് ഇനി പൊന്നാനിന്ന് പെരിങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. നമ്മൾ 2-3 ദിവസമായി വന്നിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു മരണമുള്ള കാര്യം തന്നെ കാവിലെ പരിപാടി മാറ്റി വെച്ചു. ഇനിയിപ്പോൾ അതെന്താണെന്ന് ഇവർ അറിയിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ വരുള്ളൂ. അപ്പം ഇനി നമ്മൾ പെരിങ്ങോട്ടേക്ക് പോവാണ്. അച്ഛനെ കാത്തിക്കുകയാണ് കേട്ടോ. എന്താ പറയുക, കിളികളും കുഞ്ഞിക്കിളിയൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരാൾ പുറത്തേക്ക് ഇറങ്ങി, ഒരാളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുന്നുള്ളൂ. ഞാൻ പെരിങ്ങോട് എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം അതാ വെയിറ്റിംഗ് ആണ്. ദേവുട്ടി കിടന്ന് ഉറങ്ങുകയാണ്. സമയം 5 മണിയായി. ആളെന്താ വരാത്താണാവോ. ഇറങ്ങിന്ന് പറഞ്ഞിട്ട് കുറേ നേരമായി, ഇങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പം ഇനി നമ്മൾ പെരിങ്ങോട് പോയിട്ട് ഇനി പെരിങ്ങോടത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പുതിയ കൂട്ടുകാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ചാനലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ശരി, ഓക്കെ, ബൈ.